മുൻസീറ്റ് യാത്ര സ്ഥിരമാക്കിയ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോഴും ആ ശീലം തുടരുമോ അതോ ക്യാപ്റ്റൻ സീറ്റിലേക്ക് മാറുമോ? രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് സതീശന്റെ ഫ്രണ്ട് സീറ്റ് പൊളിറ്റിക്സിനെ പറ്റിയാണ്. സാധാരണയായി VVIP വാഹനങ്ങളിൽ മുൻ സീറ്റിൽ ഗൺമാനാണ് ഇരിക്കാറുള്ളത്. എന്നാൽ വർഷങ്ങളായി തന്നെ സ്വന്തം വാഹന യാത്രകളിൽ മുൻ സീറ്റ് തിരഞ്ഞെടുക്കുന്ന നേതാവാണ് വി.ഡി. സതീശൻ. കാറിൽ ഒപ്പമുള്ള നേതാക്കളും അനുയായികളും നിറയുമ്പോൾ പിന്നിലിരുന്ന് ഞെങ്ങി ഞെരുങ്ങേണ്ട അത് ആ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മുൻ സീറ്റിലെ യാത്ര ശീലമാക്കിയിരിക്കുന്നത് എന്നതാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷവും ആ ശീലം സതീശൻ മാറ്റിയിട്ടില്ല. ആലുവയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നിർണായക യാത്രയിലും അദ്ദേഹം മുൻ സീറ്റിൽ തന്നെയാണ് ഇരുന്നത്. പിന്നിലെ അതായത് ആ കാറിന് പിന്നാലെ തന്നെ AK ആന്റണിയെയും അതേപോലെ തന്നെ VM സുധീറിനെയും സന്ദർശിക്കാൻ പോയപ്പോഴും കാറിന്റെ മുൻ സീറ്റിലായിരുന്നു സതീശൻ ഉണ്ടായിരുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന നേതാക്കളും ആ സമയത്ത് പിന്നിലാണ് ഇരുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ മുൻ സീറ്റ് യാത്ര സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നതിനിടെയുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. സാധാരണയായി തന്നെ ഇന്നോവ ക്രിസ്റ്റ പോലുള്ള VIP വാഹനങ്ങളിൽ ആ മധ്യനിരയിലെ ക്യാപ്റ്റൻ സീറ്റാണ് മുഖ്യമന്ത്രിമാർ തിരഞ്ഞെടുക്കാറുള്ളത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തരത്തിൽ ഈ ഒരു സീറ്റിൽ തന്നെയാണ് അവിടെ സ്ഥാനമുറപ്പിച്ചത്. പുതിയ മുഖ്യമന്ത്രിയുടെ യാത്രാശൈലി സുരക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്നതിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. രാഷ്ട്രീയ ചർച്ചകൾക്കായി തന്നെ നേതാക്കളെ കാറിൽ ഒപ്പം കൂട്ടുന്ന പതിവ് ഔദ്യോഗിക സ്റ്റേറ്റ് നമ്പർ 1 വാഹനത്തിലും അത് തുടരുകയാണെങ്കിൽ സുരക്ഷയുടെ പേരിൽ പോലീസ് എതിർപ്പ് അവിടെ ഉയർത്താനും ഇടയുണ്ട്. ഇതിനിടെ തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമായി തന്നെ 25 ഇന്നോവ വാഹനങ്ങൾ ടൂറിസം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. പുതിയ വാഹനങ്ങൾ വാങ്ങാതെ മുൻ മന്ത്രിമാർ ഉപയോഗിച്ച വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വീണ്ടും ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിൽ സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനമെടുക്കാത്തത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ ഇടവും വലവും ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനം പുറത്തുവരും. എന്നാൽ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസ്ഥാനവും വകുപ്പും സംബന്ധിച്ച കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. ഇക്കാര്യത്തിലും ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ഒരു തീരുമാനം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ മുഴുവൻ പേരുകളും ഇന്ന് പ്രഖ്യാപിക്കും. തിങ്കളാഴ്ച മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യാൻ UDF യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. മന്ത്രിമാരുടെ വകുപ്പും എണ്ണവും ഇതുവരെയും അന്തിമമായിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്ന് ഒരു ഉഭയകക്ഷി ചർച്ച നടക്കും. പിന്നാലെ തന്നെ UDF യോഗവും വീണ്ടും ചേരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.